അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്രിസ്മസ് വെക്കേഷനിൽ നാട്ടിൽ വന്നതാ. ഒരു 10 ദിവസത്തിന്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നമ്മൾ നല്ല നാടൻ ഫുഡ് ട്രൈ ചെയ്യണ്ടേ? അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു നാടൻ ഫുഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഉമ്മച്ചിൻ്റെ സ്പെഷ്യലാണ്. തനി നാടൻ മത്തി തപ്പ് വെച്ചത്. നമുക്കപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലോട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, ഇഞ്ചി 2 ചെറിയ കഷ്ണം. അതുപോലെ പുളി വേണം അത്യാവശ്യത്തിന്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പുളി നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ നല്ല നാടൻ കാന്താരി മുളകാണ്. ഞങ്ങൾ മലപ്പുറത്തേര് ഇതിനെ അരിമുളക് കേട്ടോ പറയാം. അരിമുളക്, ചീനാപ്പറങ്കി, കാന്താരി മുളക്, ഇതൊക്കെ ഈ മുളകിൻ്റെ പേര് തന്നെയാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ വിഷടിക്കാത്ത വളടാത്ത നമ്മൾ തൊടിയിലുണ്ടായ നല്ല കറിവേപ്പിലയാണ്. പിന്നെ ഇതുപോലത്തെ നല്ല പച്ച കുരുമുളക് ഓപ്ഷണലാണ്. ആദ്യം നമുക്ക് ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചതച്ചെടുക്കണം. നമ്മളിവിടെ പഴയ സ്റ്റൈലിലാണ് ഇട്ട് അരക്കണത്. അമ്മിയിലാണ് അരക്കണത്, മിക്സിയിലൊന്നുമല്ല. അമ്മിയൊന്നും പല വീടുകളിലും ഇപ്പോൾ എല്ലാം തോന്നുന്നുണ്ട്. അമ്മിയിലൊക്കെ അരച്ചുണ്ടാക്കിയ മീൻ കറിയും അതുപോലെ മീൻ പൊരിച്ചതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതൊക്കെ വേറെ തന്നെ കേട്ടോ. അമ്മിയിൽ അരക്കുന്നത് ചെറിയൊരു കായിക അധ്വാനം കൂടിയാണ്. അപ്പം നമ്മളിവിടെ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇത് പുളിയുടെ വെള്ളം കൂട്ടി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മത്തിയിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഏകദേശം ഒരു 3/4 കിലോ ക്ലീൻ ചെയ്ത് വെച്ച മത്തി എടുത്തിട്ടുള്ളത്. മത്തി നമുക്കിത് അമ്മിയിലോട്ട് ഇട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മസാല അകത്തെല്ലാം തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ മസാലയെല്ലാം നല്ലപോലെ മീനിലോട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തപ്പ് വെക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റണം. അതിനു മുമ്പായി
പാത്രത്തിന് താഴെ നമുക്ക് ഇതുപോലെ വാഴയിൽ ഒന്ന് വാട്ടിയെടുത്ത് വെച്ച് കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇതുപോലെ അതിൻ്റെ ബേസിൽ നല്ലപോലെ ഒന്ന് പരത്തി വെക്കാം. ഇതിന് അത്യാവശ്യം നല്ല പുളി വേണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അമ്മിയിലുള്ള ഈ മസാലയൊക്കെ നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി കൂട്ടി ഇങ്ങനെ വടിച്ചെടുത്ത് ഈ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നല്ല നാടൻ വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നല്ല ടൈറ്റുള്ള ഒരു കവർ എടുത്തിട്ട്, ഒരു അടപ്പെടുത്തിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ ഇതിൻ്റെ മുകളിലോട്ട് ഈ തീക്കനലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ചെറിയ തീക്കനലിലാണ് ഇത് കുക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസിലും യൂസ് ചെയ്യാം. ചെറിയ തീക്കനലാണെങ്കിൽ ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇതുപോലെ വെക്കണം. അല്ലെങ്കിൽ ഈ ഒരു 2 തീക്കനലും താഴെ മുകളിലുള്ള തീക്കനൽ കെട്ടുപോകുന്നത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അടി പിടിക്കൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഈ കനലൊക്കെ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മത്തി തപ്പ് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല എല്ലാം നല്ലപോലെ മിക്സായി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് തവ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഒന്ന് തവ ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നാടൻ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും വണക്കം. അസ്സലാമു അലൈക്കും.